ഹലോ ഗൈസ്, അപ്പം നമ്മൾ മൈൻക്രാഫ്റ്റ് ട്രെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ടപ്പോൾ കയറ്റി വെച്ചതാണ്. ഞങ്ങൾക്ക് ഈസി എടുത്ത് നോക്കാം. ഇത് വേണ്ട, ഇത് മതി, കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാം മറ്റും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അയ്യോ ഓക്കെ, സർവൈവലാണ് നമ്മൾ കളിക്കുന്നത്. ബൈ സെൻസിറ്റിവിറ്റി നല്ല കൂടുതലാണ് ഗൈസ്. ഇവിടെയാണ് നമ്മൾ സ്പോൺ ആയിരിക്കുന്നത്. ഗൈസ് പെട്ടെന്ന് തിരിച്ചപ്പം തിരിയും കണ്ട. സ്മൂത്ത് ഫോണാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്ന പ്ലെയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സ്മൂത്ത് ഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഫയർ കളിക്കുന്ന പ്ലെയർ ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കുണ്ടാവും ഇന്നതൊരു ഫ്രീ ഫയർ കളിച്ചാൽ പോരെയെന്ന്. പക്ഷേ അങ്ങനെ കയറ്റണമെങ്കിൽ എൻ്റെ ഉമ്മ ചീത്ത പറയും. അപ്പോൾ അതെന്താണ് ഗായ്സ്, അതെന്താ നമ്മൾ പോയി നോക്കണം. കുറച്ച് മഡുമാണ് ഗൈസ്, കുറച്ചല്ല കുറേ മഡുമാണ്. ഞങ്ങൾക്ക് ഇന്ന് കട്ടാക്കി വെച്ച് പോവാം. ഗൈസ് ആദ്യം തന്നെ നല്ലൊരു ലക്കുള്ള സംഭവം കിട്ടിയാണ്. എന്താ നോക്കണം പോയിട്ട്, എന്താണെന്നറിയില്ല ഗൈസ്, നോക്കണം. അയ്യോ തീനി ജയിച്ചൊക്കെ. സ്റ്റോൺ എത്ര വരെ കുളിക്കാം. ഓക്കെ, ഞങ്ങൾക്ക് ഒരു 25 വേണം മഡ്. എന്നൊരു 30 കൂടി ആക്കാം. ഒരു ലോഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഗൈസ് ഞങ്ങൾക്ക് ഫുഡും കാര്യങ്ങളും വേണം. എവിടെ 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 അവിടെ പേടിച്ച് മണ്ടല്ലടാ. തിരിഞ്ഞില്ല. ഓക്കെ തിരിഞ്ഞു. ചാവടാ, ചാവ് ചത്തു. ആടിന് വേണം ഗൈസ്, ആടിന് വേണം. ഗൈസ് ഒന്ന് വേഗം. ഓക്കെ സെറ്റ്. അടുത്ത ആടി ഗൈസ്, നമ്മൾ ആടിനെ എടുക്കുന്നത് എന്തിനാ അറിയോ? എല്ലാവർക്കും അറിയാമായിരിക്കും ഗൈസ്. ബെഡ് ഉണ്ടാക്കണം. അതുകൊണ്ടാണ് നമ്മളിതൊന്ന് കളിച്ച ശീലമാണോ. കാരണം എന്താ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്മൂത്തായിട്ട് അങ്ങോട്ടും പെട്ടെന്ന് നീങ്ങും. അതുകൊണ്ട് കളിച്ചൊന്ന് ശീലമായ പിന്നെ നമുക്ക് പതുക്കെ അങ്ങനെ നീക്കിക്കൊണ്ടാവുക. 3 ആടിനെ കിട്ടി. ഇതിനും കൂടി കൊല്ലട്ടൊന്ന്. ഓക്കെ, അതിൻ്റെ അത് തീരുമാനം. ഇനിതാ 3ാമത്തെ പൂള് വേണം. അതിന് ഈ കൊണ്ടത്തിന് കൊല്ലണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് മരം എടുക്കണം പോയിട്ട്.
മരം കുറേ വേണം ഗൈസ്. അതൊക്കെ നീന്തി പോവാ. ഓക്കെ, ഇതെന്താ ആവോ, എന്തെങ്കിലും ആവട്ടെ. മരം കളക്ട് ചെയ്യാം ഗൈസ്. രാത്രി ആവണേക്കാൾ മുമ്പൊക്കെ ചെയ്യണം. രാത്രി ആവത്ത് അറിയാതെ ഇതിട്ട് പോയി. ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം. കഴിഞ്ഞു. ഞങ്ങൾക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. അയ്യോ, ഓക്കെ, അങ്ങനെ അത് തീർന്നു. ഇനി എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സ്റ്റിക്ക് വേണം. ഓക്കെ, സെറ്റായി. ആർമർ കുറേ ഉണ്ട്. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ട് ബെഡും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വേഗം നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം. വേറെ കാര്യം, വില്ലേജാണ് മെയിൻ വേണ്ടത്. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കട്ടെ. ഫുഡ് അത്യാവശ്യത്തിന് വേണം ഗൈസ്, അത് വേറെ കാര്യം. കുറേ നല്ല സാധനങ്ങൾ വേണം. ഇപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ കഴിക്കണേ. ഞങ്ങൾക്ക് നേരെ പോയി കുറച്ച് മഡ് കളക്ട്. ഓക്കെ, 40 മഡായിട്ടുണ്ട്. ഇനി അതെന്താന്ന് കൂടി പോയിട്ട് നോക്കി വരാം. അയ്യോ, ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ മറ്റേ സുനാപ്പികളുണ്ടാവുന്നുണ്ട്, രാക്ഷസന്മാർ. അവർ അന്തമാരുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഗൈസ്, കുറേ അവർക്ക് എത്തണമല്ലോ. പിന്നെ വെള്ളത്തിനൊരു ശ്വാസം കിട്ടില്ലാത്തറിയാലോ. ബോട്ടാണെങ്കിൽ അതിൽ എന്തെങ്കിലും കിട്ടിയ ലക്ഷണത്തിൽ എന്തെങ്കിലും കിട്ടിയ ആശ്വാസമാണ് ഗൈസ്. ഗൈസ്, മട്ട് തീരാറായി. അതിന് നമുക്ക് സീനില്ല, എടുത്തല്ല. കുറച്ചുകൂടി കൂടി പണിയട്ടെ. അയ്യോ, പോയി വേണ്ടായിരുന്നു. നമുക്കതൊക്കെ പണിഞ്ഞ് പോയിട്ട് കഴിഞ്ഞാൽ പിന്നെ നാളെ ആകുമ്പോൾ ഇതൊക്കെ എടുത്തിടണം. മഡൊക്കെ കളക്ട് ചെയ്തിട്ട്, അഥവാ രാത്രി ആവണമെങ്കിൽ രാവിലെ ആക്കിയിട്ട് നമുക്ക് പെട്ടെന്ന്. അതുമാത്രമല്ല, ഒരു വീടും സങ്കല്പിക്കണം. ഒക്കെ മഡ് കഴിഞ്ഞു. ഒന്നുകൂടെ ഉണ്ട്. ഇനിയും കുറേ പോകണം ഗൈസ്. കുറേ വേണം ഗൈസ്. കുറേ മഡ് വേണം. ഇത് നമ്മൾ വിചാരിക്കുന്ന പോളില്ലേ ഗൈസ്. ഇത് അത്യാവശ്യത്തിന് കുറേ സംഭവങ്ങൾ വേണം.
ഞങ്ങൾക്ക് അത് എക്സ്പ്ലോർ ചെയ്യാം. ഡോങ്കി ഡോങ്കി കുട്ട, എന്നോട് ക്ഷമിക്കുന്ന ഡോങ്കി കുട്ട. യെസ്, ഈ സംഭവം കിട്ടിയില്ല. ലെതറുണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടാക്കാം, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അതുകൊണ്ട് അതിൻ്റെ റാബിറ്റിൽ കൊന്നല്ല ഉണ്ടാക്കത്തുള്ളൂ. രാത്രി ആവാനും കാര്യങ്ങളൊക്കെ അയക്കണേ. കൊന്ന് രാത്രി ഒന്നാവട്ടെ. 1 2 3 ഒരു കോഴി, 2 ആടും, ഒരു പന്നി. ഓക്കെ, ഉറങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് സോംബി ഒന്നും വരില്ല. ഓക്കെ, ഞങ്ങൾക്ക് മഡ് കളക്ട് ചെയ്യണം. ഒരു 30 ആക്കാം. മൈൻ ചെയ്ത് പോവാ, അതാണ് നല്ലൊരു ബുദ്ധി. ഈ സിനോഫിൽ ഇപ്പോൾ പൊട്ടും, അതൊന്നും കുഴപ്പമില്ല. കയ്യുണ്ട് തോന്നി, ചെറുതായിട്ടൊന്ന് നെട്ടി ഗൈസ്. എത്ര കിട്ടി? കുറേ കിട്ടിയില്ലേ? 49 കിട്ടി. അതാ കൊടുക്കണ കൊണ്ടും 52 കിട്ടി. അവിടെ എങ്ങനെ വെക്കാം? നല്ലതല്ല കിട്ടണത്. അതിൻ്റെ മേലൊക്കെ വെച്ചിട്ട് എന്താ കുഴപ്പം? കറക്റ്റ് 50 അല്ലെങ്കിൽ കറക്റ്റ് 60 അങ്ങനെ അവിടെ നിന്നില്ലല്ലോ. നമുക്ക് അതാ ഈ സിനോഫിൽ ഇതാ കിഷിലാക്ക്. വാടാ മോനെ, വാടാ വാടാ. ഇവിടെ ഫുള്ള് അത് തന്നെ കേട്ടോ. മീൻ പിടിക്കുന്ന സാധനം ഉണ്ടോ എൻ്റെ കയ്യിൽ? ട്രൈഡൻറ്റ്. ശത്രുത. ഓൻ്റെ ഒരു ട്രൈഡൻറ്റ് ഉണ്ട് ഗൈസ്. ട്രൈഡൻറ്റ് സൂക്ഷിക്കണം. ഓൻ്റെ ഒരു ട്രൈഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂഞ്ചാതിരുന്നാൽ മതിയെന്ന്. ഓൻ്റെ കയ്യിൽ എന്തോ ഉണ്ട് ഗൈസ്, ഒന്ന് പോയി നോക്കാം. ഓ ആമക്കുട്ടൻ. മിനി, സോറി, ശരി ആമ, അതുകൊണ്ട് മിനി എന്ന് പറഞ്ഞാണ്. എവിടെ ഓന്? പോയി ട്രേഡിൻ്റെ ആട്ടെ. വാടച്ച് അത്ര ഫൈറ്റാണ്. അയ്യോ, നല്ല കൊള്ളുണ്ടാ, നല്ല കൊള്ളുണ്ടായിട്ട്. ട്രേഡിൻ്റെ ഒരടി കിട്ടിയാൽ തന്നെ കിടി മാറും. സ്വാണത്താൽ കിക്കണ്ട. ഒരടി കിട്ടിയാൽ എൻ്റെ ഉള്ള ജീവൻ പോയിക്കണേ. ഒരടി കിട്ടിയാൽ തന്നെ എൻ്റെ പകുതി ഹാർട്ട് കളഞ്ഞു. ഗൈസ്, ഇതുകൾ പോകുമ്പോൾ സൂക്ഷിക്കണമെന്ന്. ട്രേഡിൻ്റെ വിട്ടാ ഞാൻ അപ്പുറത്തെ എന്താ ഇതിക്കൊണ്ട് വീഴും, അതുകൊണ്ട് സൂക്ഷിക്കണം ഗൈസ്. ഇത്ര നേരം അവിടെ പോയിട്ട് അവിടെ ഒന്നും ഇല്ലെങ്കിൽ മൂഞ്ചും ഗൈസ്. ഗൈസ് കുറേ ഫോണ് ഗൈസ് മടുക്കും. അതാ
അത് മരങ്ങളാണ്. എന്തായാലും ഞങ്ങൾക്ക് അവിടേക്കൊന്ന് പോവാം. ഞാൻ വെച്ചപ്പോൾ എന്ത് സുനാപ്പിളീന്ന് ആ മീനാട്ട മീൻ എന്നിട്ടാ പറഞ്ഞു. ഞാൻ എന്ത് പെട്ടെന്ന് പേടിച്ച് കണ്ടപ്പോൾ സങ്കടം എനിക്ക്. ഇത് നമ്മളെ റിയൽ മൈൻക്രാഫ്റ്റ് പോലെയാണ്. പക്ഷേ ഇത് റിയൽ മൈൻക്രാഫ്റ്റ് അല്ല, മൈൻക്രാഫ്റ്റ് ട്രെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സർവൈവലാക്കി മാത്രമേ കളിക്കത്തുള്ളൂ. 6 എണ്ണമായി. ഇതൊന്നും അവിടേക്ക് എത്താൻ പറ്റില്ല ഗൈസ്. ഇനി വേണം. ഗൈസ് വെറുതെ കുഴിച്ചത് ഞാൻ അങ്ങോട്ട് പോണില്ല. അയ്യോ ഗൈസ് വള്ളത്തുള്ളത് ഇരുന്നാൽ മതി. അപ്പോൾ ഗൈസ് ഇന്നെ ഓടിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ എൻ്റെ ഉമ്മച്ചിനെ ഒന്ന് ഓടിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താന്ന് പോയി നോക്കണം. അത് നോക്കി ഇതെന്താ അത് ഞാൻ കുഴിച്ചാണ്. ഞാൻ വെച്ചത് എന്താ സംഭവം, ഇത് എവിടുന്ന വന്നത്? ഇനിയും കൊന്നിട്ടേ ഞാൻ കാര്യമുള്ളൂ. യെസ്, ഇത് 3 എണ്ണം കിട്ടി. കുറേ വേണം, കുറേ സംഭവമാണ് ഗൈസ്. ഞാൻ ഫുഡ് കളക്ട് ചെയ്യട്ടെ. ഓടലോ പോണേ നോക്കി. നമുക്ക് ലോകം വിടാം. ലോകം വിടാതെ ഈ സ്ഥലത്ത് നിന്ന് പോവാ ഗൈസ്. കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. മൈൻക്രാഫ്റ്റ് പുതിയതുപോലെ ആയി. അതിനെന്തെങ്കിലും തിന്നാൻ കിട്ടുമോ? ഇവിടെ തിന്നാൻ പറ്റുമോ? ആ പറഞ്ഞ പോലെ ഫുഡ് തിന്നല്ലോ. ഫുഡ് തിന്നണോ? ഗ്രാഫിക്സൊക്കെ അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ അത് തീരുമാനമാക്കിയാണ് ഗൈസ്. ഇനി അവിടെ നോക്കണ്ട. അതിൻ്റെ എത്രയൊരു തീരുമാനമായിരിക്കണം. അയ്യോ, ഒരു വില്ലേജ് കണ്ടുപിടിക്കണം ഗൈസ് എങ്ങനെയെങ്കിലുമൊക്കെ. അയ്യോ മൂഞ്ചി. ഇവിടെ ഈ സംഭവം ഉണ്ടല്ലേ. മറ്റേ വലിച്ചെടുക്കുക. ഞാൻ ഒരു ദിവസം ഇത് കളിച്ചിരുന്നേ. ആ വില്ലേജ് കിട്ടി. യെസ്, നല്ല ഭാഗ്യം തെളിഞ്ഞു വന്നു. ഗൈസ് എനിക്ക് ഭാഗ്യം ഉണ്ടെന്നാണ് തോന്നുന്നത് മുച്ചിയെ. ഓക്കെ, വില്ലേജ് കിട്ടി ഗൈസ്. നല്ലൊരു സ്ഥലത്ത് നമ്മൾ സ്പോണാക്കി ഇട്ടിരുന്നത്. അല്ല ഗൈസ്, അത് പിക്കാച്ചോടെ പിക്കാച്ചാണല്ല. ഇതൊക്കെ എടുത്തോ? ഓ, നമുക്കൊരു വീടായല്ലോ.
താങ്ക് യു വില്ലേജേഴ്സ്, ഇതിനോട് ആക്കി വെച്ചതിന്. എന്നോട് ശ്രമിക്കണം. അവിടെ നിന്ന് ചാടി പുറത്ത് പോകത്തില്ലല്ലേ? അതിൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ ഓർമ്മ. ഏത് വീട്ടിൽ താമസിക്കും ഇതൊന്നും വേണ്ട. ഇവിടെ ചെസ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ? ചെസ്റ്റ് തുറന്നേക്കണം. അല്ല ആകെ 2 വില്ലേജ് വീടുള്ളൂ. വില്ലേജ് എൻ്റെ അടുത്ത് മോഞ്ചു അല്ല ഭാഗ്യം മോഞ്ചൊന്നുമില്ല. അവിടെ ഗ്ലാസ് ഒക്കെ ഉണ്ടോ അവിടെ? മുജിയെ ഡോർ ഓർഡർ ഓഫ് മഞ്ഞ ബെറ്റ്. ഞാൻ ഈ ബെഡ് എടുത്തിട്ടോ, ഇതോടെ മഞ്ഞ ബെഡ് പോകണം. ഈ വീടിൻ്റെ കേട്ടോ ഇനി മുതൽ ഈ വീടാണ് എൻ്റേത്. എൻ്റെ പെർമിഷൻ ഇല്ലാതെ ആരും ഇങ്ങോട്ട് വരരുത്. അത് ഞാനവിടെ പറയുന്നത്. ബെഡ് ഇപ്പോൾ ഏതൊക്കെ വെക്കുക? ഇവിടെ വെക്കുക, ഇവിടെ വെച്ചേക്കാം. അയ്യോ മൂഞ്ചി. അതല്ലേ നല്ല പോലെ വൃത്തി കാണാനുള്ള ഇതാ വിചാരിച്ചോടെ. ഓക്കെ കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഓക്കെ സോംബിയുടെ കാര്യങ്ങൾ വന്നിങ്ങനെ. ഉമ്മക്ക് ക്രീപ്പർ ഇറങ്ങി ചാവ് വില്ലേജറിനെ കൊന്നോ? ചേട്ടാ അയങ്കോളില്ലല്ലോ ഇവിടെ. കീപ്പറല്ല സോറി, ക്രീപ്പറിൻ്റെ അടുത്തൊന്ന് മാറിക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ വീടുണ്ടാവില്ല, ഞാനും ഉണ്ടാവില്ല. പിന്നെ വല്ലാത്തൊരവസ്ഥ. എന്താ അടച്ചാക്കട്ടെ അടേ. അവിടെ എന്തൊക്കെ ഒന്നുമില്ലല്ലോ. സന്തോഷം കൊണ്ട് വട്ടളകിയേ. അതെ അപ്പോൾ ആ സാധനം നമ്മൾ ഇട്ടിരുന്നത്, അതുകൊണ്ട് ഈ ചെസ്റ്റ് കൊണ്ട് പൊട്ടിച്ചേക്കാം. ഗൈസ് ഇനി കുറേ മരം വേണം ഗൈസ്. മരം നമ്മളെ വീട്ടിന് ഡോറൊക്കെ ഉണ്ട്. അവിടെ വില്ലേജറിന് ഒരു കാരണം കൊണ്ട് കൊല്ലാൻ സമ്മതിക്കട്ടും. ഇത് വീടിന് മണ്ടേലേ. ഞാൻ വെച്ചത് ഇപ്പം എന്ത് സംഭവം? എന്താ അയ്യോ കുറേ സാധനങ്ങൾ. അത് പൊട്ടിക്കട്ടെ. എന്താ ഗൈസ് നമ്മളെ വീട് അവിടെ അവിടെ ഉണ്ട്. അയ്യോ ഇതായാണ്. ഇതിനു മുമ്പ് ക്രീപ്പറൊന്നും നിൽക്കണില്ലല്ലോ. തെറ്റുവാണ് ഗൈസ്. ശ്രമിക്കണം. അല്ലേ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും നോക്കട്ടെ. അതുകൊണ്ട് വീറ്റ് ഉണ്ടാക്കാം. വീറ്റില്ല വേറെ ഉണ്ടാക്കാൻ പറ്റില്ല. ഇതൊന്നും ഉണ്ടാക്കട്ടെ. ബ്രെഡ് വേണം. ബ്രെഡ് കുട്ടൻ.
വീറ്റ് നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. വീറ്റ് ഉണ്ടാക്കണം. വീറ്റ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അവിടെ നോട്ടിന് ഇപ്പോൾ ഞങ്ങൾക്ക് ബ്രെഡ് ഉണ്ടാക്കണം. ബ്രെഡ് എത്ര ആണെങ്കിലും ഉണ്ടായിക്കൂടെ, ഒരു കുഴപ്പമില്ല. ഇതൊരു 5 ഇരുന്നോട്ടെ. ഓക്കെ, ഇനിയിപ്പോൾ എന്തൊക്കെയായി ഇപ്പോൾ? 22 ബ്രെഡായോ? എത്ര ആയിട്ടുള്ളൂ? 22 ബ്രെഡ് ആയിട്ടുള്ളൂ. ഞാൻ ഏകദേശം ഒരു ലോഡ് ആയിട്ടുണ്ടാവും. കുറച്ചായിട്ടുള്ളൂ. ഓക്കെ, ഓക്കെ ഗൈസ്, വാൾ ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾക്ക് മരം വേണം. ഒരു ലോഡ് മരം വെട്ടട്ടെ. ഒന്നും നോക്കൂല, മരം വെട്ടിക്കൊണ്ടേയിരുന്നു. ആദ്യം മരങ്ങൾ കണ്ടുപിടിക്കേ. എന്നാലും നമ്മൾ ഭാഗ്യം ഗൈസ്, ഒരു വില്ലേജാണ് കണ്ടുപിടിക്കാൻ പറ്റില്ലോ. ഇതൊരു ഭാഗ്യമാണ്. ഒരു 5 മരം മുറിച്ചോ എന്ന് വെച്ചാൽ 5 ഫുള്ള് മരത്തിൻ്റെ. എത്ര ഉള്ളൂ? മോഞ്ചിപ്പിച്ച് ഇതാ ഒന്നാമത്തെ മുറിച്ച് കഴിഞ്ഞു. ഒരു 5 വേണം. ഓക്കെ, രണ്ടാമത്തെ മരം. ഇനി മൂന്നാമത്തെ. ഇനി നാലാമത്തേത്. അഞ്ചാമത്തെ കുറച്ച് വലുതാക്കാം, വലിയ മരമാക്കാം. സീസണൊക്കെ ഓട്ടും. അയ്യോ, മണ്ണ് മാന്തെടുത്ത്. അഞ്ചാമത്തെ മരം ഇതാക്കുക. ഇതിപ്പോൾ പൊട്ടും ഗൈസ്. എനിക്ക് തോന്നിയപ്പോൾ പൊട്ടുന്നത്. അതുകൊണ്ടല്ലേ ഗൈസ് ഞാൻ ഇപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. കണ്ടാ, പൊട്ടിയില്ലേ? ഇപ്പോൾ പൊട്ടും. സോറി, പൊട്ടിയില്ലേ? ഒരു 25 ആക്കാം. ഒരു മരം പൊട്ടിക്കാം തോന്നി. സ്റ്റോണ് കളക്ട് ചെയ്യട്ടെ. സ്റ്റോണ് ആണല്ലോ. അതിൻ്റെ കാര്യം ഞാൻ മറന്നേ പോയി. ഓളും കാര്യങ്ങളൊക്കെ വേണം. സ്റ്റോണ് കളക്ട് ചെയ്യാൻ സ്റ്റോൺ എവിടെ നിന്ന് കിട്ടുക? കോള് ഇത്ര വേണ്ട. സ്റ്റോൺ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എവിടെ നിന്ന് കിട്ടുക എന്തിനാ? കുറേ സ്റ്റോൺ ഉണ്ട് ഇവിടെ. ഒക്കെ പൊട്ടിച്ചെടുത്തോ. ഈ പിക്കക്സ് പൊട്ടണ വരെ സ്റ്റോൺ കളക്ട് ചെയ്യും. ഗൈസ് 29 മിനിറ്റായി തുടങ്ങിയിട്ട്. അപ്പോൾ രാത്രിയായി. ബെഡും കിടന്ന് അപ്പം നമ്മൾ വീഡിയോ അതിൻ്റെ പെയ്യും. ഇപ്പം നടക്കാൻ പോണ കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം തന്നെ വിളിച്ചു പറയാണ്. സ്റ്റോണാണ് വേണ്ടത്. ഞാൻ സ്റ്റോണില്ലാതൊന്നും കളക്ട് ചെയ്യില്ല. വേറെ ഞാൻ സ്റ്റോണ് കളക്ട് ചെയ്യുന്ന പറഞ്ഞാൽ കോള് കളക്ട് ചെയ്യണല്ല പറഞ്ഞേ. കോള് ഞാൻ കളക്ട് ചെയ്യില്ല ഗൈസ്. കോളൊന്നും കളക്ട് ചെയ്യാനായിട്ടില്ല. ഗൈസ് രാത്രിയൊക്കെ ഉണ്ട്. രാത്രി ആവില്ല, രാത്രി ആയിട്ട് പോലും ഇല്ല. സന്ധ്യ ആവാറായിരിക്കണം. അല്ല പിന്നെ രാത്രി ആവാറായിട്ടില്ല.
ചിലവിടെ കണ്ണ് കാണില്ല. ഇതിപ്പോൾ കോളാണോ അത് സ്റ്റോണാണോ കിട്ടണമെന്ന് ഒരു പിടുത്തമില്ല. ഈ വിക്കാക്സ് പൊട്ടണ രണ്ട് പണിയെടുക്കുക. എല്ലാം ഇപ്പം എന്താ ചെയ്യുക? ഞങ്ങൾക്ക് അടുത്ത വില്ലേജ് കണ്ടുപിടിക്കണം. അയ്യോ, മണ്ണ് കിട്ടി ഗൈസ്. മണ്ണെത്തി പോകട്ടെ. പിക്കാക്സ് പൊട്ടൽ പരിപാടി എടുക്കും ഗൈസ്. നമ്മൾ വാക്കാണ് വാക്ക്. ഇനി എല്ലാ സ്റ്റോണൊന്ന് കളക്ട് ചെയ്തിട്ട് കണക്കൊക്കെ പറയുന്നത്. എടാ 29 ആയടാ. പക്ഷേ ഒരൊറ്റ സ്റ്റോണും കൂടി കിട്ടിയായിരുന്നെങ്കിൽ സാഡക്കി കളഞ്ഞു. ഗൈസ് നമ്മളെ ചെറുവരലേ സോഫ്റ്റ് ആയിക്കണേ. എന്നുവെച്ചാൽ നമ്മളെ ഫോണിങ്ങനെ മറ്റേ രീതിയിലുള്ള ഫോൺ നിൽക്കണേ. അപ്പം അങ്ങനെ പിടിച്ചിട്ട് സോഫ്റ്റ് പോലെ ആക്കണേ. ഇപ്പോൾ എല്ലായിടത്തും കുറേ നേരം ഇങ്ങനെ ഫോൺ പിടിച്ചാൽ മതി. ക്രാഫ്റ്റ് ചെയ്യട്ടെ. ഇനി കുറേ ക്രാഫ്റ്റ് ചെയ്യാനുണ്ട്. ഞങ്ങൾക്ക് സ്റ്റോൺ അടിക്കുന്നുണ്ട്. സ്റ്റോണല്ല ആവശ്യം, ഇതാണ് ആവശ്യം. ഇതിപ്പോൾ ഒരു സ്റ്റോക്ക് കിട്ടുമെന്നാണ് തോന്നണേ. ഓക്കെ, ഒരു സ്റ്റോക്കായി. 2 സ്റ്റോക്ക് ആയിട്ടില്ല, ഒരു സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഇതിവിടെ വെക്കാം. സോമിന് ഫുഡ് ഓക്കെ. സന്ധ്യ വരെ കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുക്ക് വെക്കട്ടെ. ഇതൊന്നും ആവശ്യമില്ല. ബ്രെഡൊന്നും ആവശ്യമില്ല ഗൈസ്. മീനൊന്നും വേണ്ട. പക്ഷേ പ്ലേറ്റ് ഇവിടെ കൊണ്ടേക്കട്ടെ. ഇവിടെ വെക്കാനാണ് എടുത്തുന്നത്. കടുകി ചെസ്റ്റ് എടുക്ക്. ഇവിടെ ഓക്കെ. സോഡ് പിക്കാക്സ് ഇത് ഗൈസ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. അത് എന്താ അവിടെ സോംബിയൊക്കെ വന്നു തുടങ്ങിയടാ. വില്ലേജറിന് അപകടമാണ്. വേഗം രാവിലെ ആക്കട്ടെ. എടാ മോൺസ്റ്റർ ഒക്കെ തന്നെ തറക്കട്ടെ. ഒരു മിനിറ്റ്. സ്റ്റിക്ക് ഉണ്ടാകട്ടെ. സ്റ്റിക്ക് ഉണ്ടാക്കിയില്ലേ? ഉറപ്പില്ല. എവിടെ കുറച്ച് തപ്പുരാണ്. തത്തി മൂഞ്ചിടാ. വേഗം കയറട്ടെ. അയ്യോ, രാവിലെ ആക്കട്ടെ. അപ്പോൾ സൗഭാഗ്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് അതിൻ്റെ വീടൊക്കെ എല്ലാവർക്കും പോയി.